വെൽക്കം ടു സി വി തെലിസ. ഇന്ന് നമ്മൾക്ക് ഒപ്പമുള്ളത് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മളുടെ വിജയകുമാരി ചേച്ചിയാണ്. വിജയകുമാരി എന്ന് തന്നെയാണ് മുഴുവനായിട്ടൊക്കെ ആരെങ്കിലും വിളിക്കാറുണ്ടോ ചേച്ചിനെ? ഇല്ല, വിജയാന്നും വിജയെന്നും ഒക്കെ വിളിക്കുന്നത്. ഞാൻ ചില കമന്റ്സിലൊക്കെ അത് കണ്ടു. എന്തൊക്കെയാണ് വിശേഷം? നമ്മള് ലൊക്കേഷനിലാണ് കേട്ടോ ചേച്ചി. അതാണ് ഇങ്ങനെ അതെ, ആൾക്കാർ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നത്. അയ്യോ അല്ല കേട്ടോ, ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുക, അതിനിടയിലാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട സീരിയലാണ് അല്ലേ? അതെ, മണിമുത്ത് മനോരമയിൽ വന്നോണ്ടിരിക്കുന്ന അതിന്റെ ലൊക്കേഷനിലാണ്. കാരണം ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഒരുങ്ങാൻ ഇഷ്ടമുള്ള ആളല്ല ഞാൻ. സിമ്പിളായിട്ട് ഞാൻ ചേച്ചിനെ വേറെ വീട്ടിലൊക്കെ ഉള്ള ഇന്റർവ്യൂ കണ്ടേക്കുന്നതൊക്കെ സെറ്റ് ഒക്കെ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചിയുടെ ഹെയറാ. കുറെ ലോങ് ഹെയർ ഒക്കെ ഇങ്ങനെ ക്ലിപ്പൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ ഒക്കെ. എന്താണ് മണിമുത്തില് ഇപ്പം കണ്ടിന്യൂസ് എത്ര ദിവസത്തെ ഷൂട്ട് അയച്ചിട്ടുള്ളേ? ഇനി 30-ാം തീയതി വരെ ഉണ്ട്. ഇത് അല്ല 16-ാം തീയതി തുടങ്ങിയതാ, 16 തൊട്ട് 30 വരെ ഈ ലൊക്കേഷനിലായിരിക്കും. ഇങ്ങനെ നിൽക്കുമ്പോഴേ ഞങ്ങളിപ്പോ ഇവിടെ ഇരുന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുവാണല്ലോ ചേച്ചിനെ അഭിനയിക്കുന്നത് കാണുന്നുണ്ട്, ചേച്ചി നമ്മുടെ അടുത്ത് വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഡോർഫിനോട് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു, ചേച്ചി ഇങ്ങള് വരുമ്പോ വേറൊരാളാണ്, അവിടെ വരുമ്പോ തനിയാ ഒരു കുശുംബിയായ ജീവിക്കണ്ടേ. അത് ചേച്ചിനെ ഇങ്ങനെ കാണുമ്പോ പലപ്പോഴും തോന്നും ചേച്ചിക്ക് അത് ചേരൂലെന്ന് തോന്നും. കാർത്തിക ചേച്ചിനൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും അതൊന്നും ചേരൂലെന്ന് തോന്നും. പക്ഷെ നിങ്ങളൊക്കെ അത് അഭിനയിച്ച് ഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ തരത്തിലാണ്. എത്ര വർഷമായി ശരിക്കും ചേച്ചി? വർഷം ചോദിച്ചാ ശരിക്കും 5 വയസ്സിൽ തുടങ്ങിയതാണ്. 5 വയസ്സ് തുടങ്ങിയതാണ്. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ഇപ്പൊ ഒരു 40 വർഷം ആകുന്നു. അത്രയാവുന്നു. ഫസ്റ്റ് സിനിമയിലല്ലേ? ശ്രീനാരായണ ഗുരു സഹോദരിയായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അത് കണ്ടത്. നല്ല രസമുള്ള ഒരു ഫേസ്, ക്യൂട്ടായിട്ടുള്ള ആ ക്യൂട്ട്നെസ് ഒന്നും എപ്പോഴും പോയിട്ടില്ല. പിന്നെ ഫാമിലിയില് നമുക്ക് എല്ലാരെയും പരിചയപ്പെടുത്താൻ വേണ്ടി എല്ലാവർക്കും അറിയാം, എന്നാലും ആരൊക്കെയാണല്ലേ ചേച്ചി? ഞാന്, ഹസ്ബൻഡ്, പിന്നെ 2 മക്കള്, പിന്നെ മോന്റെ വൈഫ്. അവർക്കൊരു കുട്ടിയാണ് ഉണ്ട്. 1 വയസ്സായതേ ഉള്ളൂ മോക്ക്. നിയതി എന്നാണ് പേര്. അവരെല്ലാവരും UK-ലാ. ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഇപ്പൊ ഉള്ളൂ. മോളുടെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞോ? ഇല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. മോള് ഇവിടെ ഒന്നല്ലേ പഠിക്കുന്നത്? അല്ല, മോള് UK-ലാണ്. മോള് അവിടെ നിന്ന് പഠിക്കുക. നിങ്ങൾ മാത്രമേ ഉള്ളൂ? ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ചേട്ടൻ നല്ലൊരു നാടക നടനാണ്. ഇപ്പൊ ചേട്ടൻ അത് കഴിഞ്ഞ് പറഞ്ഞല്ലോ എനിക്കൊന്ന് ഫ്രീ ആയി കഴിഞ്ഞ് അതെ പോണോന്നുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം പുള്ളി നാടകം കളിക്കാൻ പോയ ദൂര സ്ഥലത്തേക്കല്ല, അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു പോകും, ഞാൻ ഒറ്റയ്ക്കായി പോകും. അത് കാരണം പുള്ളി ഇങ്ങനെ ചേച്ചിക്ക് ആ ഒരു അവസരം കയ്യിൽ നിന്ന് പോയില്ലല്ലോ. ഈ അഭിനയം ആ ഒരു ചെറിയ പ്രായത്തിൽ തുടങ്ങി ഒട്ടും ഒരു ബ്രേക്ക് ഒന്നും എടുത്തിട്ടില്ല. ബ്രേക്ക് മോള് ആ പ്രസവ സമയം മാത്രം അങ്ങനെയേ ഉള്ളൂ, അല്ലാതെ ഒട്ടും ബ്രേക്ക്, അല്ലാതെ ജീവിതത്തിൽ ബ്രേക്ക് എടുത്തിട്ടേ ഇല്ല. മരണം വരെ ഇങ്ങനെ തന്നെ പോണോന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എങ്ങനെ ആ സിനിമയിലേക്ക് വന്നത്? സിനിമയിലേക്ക് ആദ്യ സിനിമയാണ് അത്. ഞാൻ അന്ന് പിന്നെ ഗാനമേളയ്ക്കൊക്കെ പാട്ടുകാരിയായിട്ടാണ്. അപ്പോൾ ഗാനമേളയ്ക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആങ്ങളയുടെ ഒരു കൂട്ടുകാരനുണ്ട്, തമ്പാൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇങ്ങനെ ബക്കർ സാർ ഒരു പടം ചെയ്യുന്നു, അതിലേക്കൊരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞപ്പം പുള്ളി പെട്ടെന്ന് എന്നെ ഓർത്ത്. അങ്ങനെ വീട്ടിൽ ബക്കർ സാർ വരികയാണ്. അന്നൊക്കെ ഒരു ഡയറക്ടർ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയൊരു ഡയറക്ടറാണെന്നൊന്നും അറിയില്ല. ഞാൻ സാധാരണ അന്ന് എൻ്റെ 10-13 വയസ്സേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇപ്പോഴാണ് അദ്ദേഹത്തെ, പിന്നെ കുറേ വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആരായിരുന്നു എന്നൊക്കെ വല്ലാത്ത നഷ്ടബോധം തോന്നി. കാരണം അത് കഴിഞ്ഞിട്ടുള്ള പടങ്ങളിലൊക്കെ വിളിച്ചു, പക്ഷെ വീട്ടിൽ നിന്ന് വിട്ടില്ല. അതൊരു വലിയ നഷ്ടബോധമായിട്ടൊന്നും മനസ്സിലുണ്ട്. അപ്പൊ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ അങ്ങനെ അവര് കലാകാരന്മാരായിരുന്നോ? അല്ല, അച്ഛൻ്റെ അമ്മ പാട്ടൊക്കെ പാടുമായിരുന്നു, മ്യൂസിക്കുമായിട്ടൊക്കെ ചെറിയ ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ അച്ഛൻ കഥകളിക്ക് ചെണ്ട വായിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ആ ഒരു ബന്ധമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഈ സിനിമയിലേക്കൊക്കെ വന്നതിന് ശേഷം പിന്നെ ചേച്ചി പാടാനൊക്കെ പോകുന്നുണ്ടോ? ഇല്ല, പാട്ടൊക്കെ അന്നേ വിട്ടു, ചെറിയ പ്രായത്തിലേ വിട്ടു. പക്ഷെ ഇപ്പൊ അതിന്റെ വില ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ റിയാലിറ്റി ഷോയിൽ പിള്ളേരൊക്കെ പാടുമ്പോൾ അന്നൊന്നും അങ്ങനെയുള്ള അവസരങ്ങളില്ലല്ലോ. ഈ പലയിടത്തും ഗാനമേളയ്ക്കൊക്കെ ചെന്ന് നിന്ന് പാടാമെന്നുള്ള അല്ലാതെ പിന്നെ പള്ളിയിൽ കൊയറുണ്ടല്ലോ, അതിനൊക്കെ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ അഭിനയത്തിലേക്ക് അന്നേ അഭിനയം ഇഷ്ടമാണ്. അഭിനയം, ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും
പ്രത്യേകിച്ച് ഒരുങ്ങിയൊക്കെ ഡാൻസിനൊക്കെ അതൊക്കെ എത്ര സമയം കണ്ടാലും എനിക്ക് മതിയാവത്തില്ല. നമ്മൾ മണിമുത്തിന്റെ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ മണിമുത്തിലെ സീരിയലിന്റെ വിശേഷം പിന്നെ തീർച്ചയായിട്ടും പറയണം. എന്റെ വീട്ടിൽ തന്നെ ചെറിയ മോളാണ് ഇതൊക്കെ സെർച്ച് ചെയ്ത് ഒരു ദിവസം എടുത്തിട്ട് ഇരുന്ന് കാണുന്നത്. പിള്ളേരുണ്ടല്ലോ, അതുകൊണ്ട് പിള്ളേരൊക്കെ കാണുന്നുണ്ട്. അവരുടെ സൂപ്പറാണ്, മണിമുത്തും സൂപ്പറാണ്. ഉണ്ട്, അവരുണ്ട്. അവരുടെ സീൻ ഉച്ച കഴിഞ്ഞേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞാ അതുകൊണ്ട് രണ്ടാളും ഒതുക്കി എങ്ങനെയാ അവര് സെറ്റിലൊക്കെ? അവരെല്ലാവരോടും നല്ല ഇതാണ്, നല്ല മെച്യൂരിറ്റിയാണ് അവർക്ക്. കുട്ടികളുടെ എന്നുള്ളതല്ല, അവരെല്ലാം സീരിയസ് ആയിട്ടാണ് കാണുന്നത്. കളിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു ലൊക്കേഷനിൽ വന്നാൽ ഈ പിള്ളേരുടേതായിട്ടുള്ള ഈ കുരുത്തക്കേടുണ്ടല്ലോ, അങ്ങനെയൊന്നുമില്ല. നല്ല ഇതായിട്ടാണ്. ഞാൻ അതുകൊണ്ട് പലപ്പോഴും ശ്രദ്ധിക്കും. ഞാൻ ഇവരറിയാതെ ഇവരുടെ വീഡിയോ എടുത്തു വെക്കും. അവർ രണ്ടുപേരും ആങ്കറിങ് സ്വന്തമായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യും. തന്നെ ഇരുന്ന് എന്നിട്ട് ഒരാൾ ഡോക്ടറാവും, ഒരാൾ രോഗിയാവും, പിന്നെ ഈ ആൾ ഡോക്ടറാവും, ആ ആള് രോഗിയാവും. അങ്ങനെയൊക്കെ. പിന്നെ സിനിമാ നടിയായിട്ട് രണ്ടുപേരും കൂടെ ചെയ്തൊക്കെ നമുക്ക് ദൂരെ ഇരുന്ന് കാണാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് ഇത് ശ്രദ്ധിക്കും. വീഡിയോ ഒക്കെ 1-2 ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ, എനിക്കത് കുട്ടികളെടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നു. ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ആരെയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ട് നിർബന്ധിക്കുന്നുണ്ട്. പറയൂന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയുള്ള ചില വീഡിയോസ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന എത്ര മണി തുടങ്ങി എത്ര മണി വരെ ആയി ഷൂട്ടിംഗ് ഒക്കെ? സമയം പറയാനാണെങ്കിൽ സാധാരണ 6:30 ഇറങ്ങുന്നത്. ഇന്ന് ഇത്തിരി ഒരളവ് കിട്ടി, 7:30 ഇറങ്ങിയത്. 7:30 ഇറങ്ങി 9 മണി വരെയാണ് ഇവിടെ ഷൂട്ട്. രാത്രി 9 മണി വരെ. പക്ഷെ ഇന്നലെ എനിക്ക് നേരത്തെ പോകാൻ പറ്റി, 7 മണിക്ക് പോകാൻ പറ്റി. അതൊക്കെ അപൂർവമായിട്ടുള്ള ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കല്യാണത്തിന്റെ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അല്ല, വീട്ടിലെ സീനാണെങ്കിലും രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി രാത്രി 9 മണി വരെ. അതിനിടയ്ക്ക് ഈ ഫുഡ് കഴിക്കാനൊക്കെയുള്ള ബ്രേക്ക്, 1 മണിക്കൂർ ഉച്ചയ്ക്ക് ബ്രേക്ക്, വൈകുന്നേരം ചെറിയ ലൈറ്റായിട്ടുള്ള ചായയൊക്കെ കുടിക്കാനായിട്ടൊരു 10-20 മിനിറ്റ്, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളില്ലാത്ത സീനിൽ നമ്മൾ വിശ്രമിക്കുമല്ലേ. എല്ലാ സീനിലും നമ്മളില്ലല്ലോ. നമ്മളില്ലാത്ത സീനിൽ നമുക്ക് വിശ്രമിക്കാനുള്ള സമയമുണ്ട്. എനിക്ക് ഇന്നാ മനസ്സിലായത്, ഞാൻ വിചാരിച്ചത് ഒരുപാട് ഇപ്പൊ നമ്മൾ കല്യാണമൊക്കെ കാണിക്കുമ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ അവരെ നോക്കിയാണ് ഇന്ററാക്ഷൻ. അതൊക്കെ ഇന്നലെ എടുത്തു. ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഇന്നലെ എടുത്തു. നിങ്ങളത് റിപ്പീറ്റ് ചെയ്യുവാ? ഇന്നത് അല്ല, അന്നേരം ഞങ്ങളില്ല, അവരുടെ മാത്രം സീൻസ് ഒക്കെ എടുത്തു. ഞങ്ങൾ വന്ന് കയറുന്നതും അങ്ങോട്ട് പോകുന്നതും ചെറുക്കനെ എതിരേക്കുന്ന അങ്ങനെയൊക്കെ ഇന്നലെ എടുത്തു. ഞാൻ ഇന്ന് അതൊക്കെ കണ്ട് ശരിക്കും ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം അവിടെ ഇരിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടൊക്കെ എനിക്ക് ഫസ്റ്റ് കാഴ്ചയാണ്. ലൊക്കേഷനിൽ പോയി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ ഇല്ല. ഇതിപ്പോ ഇങ്ങനെ സ്റ്റേജിലൊക്കെ ആയതുകൊണ്ട് പുറത്തിരുന്ന് കാണാം. മറ്റേത് ചെറിയൊരു ഇതിലല്ലേ, റൂമിലൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റില്ല. നമ്മളവിടെ ഉണ്ടെങ്കിലും നമുക്കത് അങ്ങനെ അങ്ങ് മുഴുവനായിട്ടും കാണാൻ പറ്റത്തില്ല. അപ്പൊ ആ കണ്ടതിന്റെ കാശിങ് തന്നിട്ട് പോണം. ഐസ്ക്രീം മേടിച്ചു സ്വീറ്റ്സ് ഇഷ്ടമല്ലേ? ഭയങ്കര ചേട്ടന്റെ എരിവും ഞാനതൊക്കെ കണ്ടിങ്ങനെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചേച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ചില കാര്യങ്ങൾ. അതുപോലെ ആളുകൾ ചേച്ചി ചില സീരിയൽസിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത് പുറത്തേക്ക് പല കാര്യങ്ങൾക്കും പോകുമ്പോഴൊക്കെയാണ്. അങ്ങനെ ഉള്ള ചേച്ചി ചിലതിലൊക്കെ മിക്കവാറും നെഗറ്റീവ് റോൾസ് ചെയ്യുന്നേ. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല കേട്ടോ, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. വന്ന് ഭയങ്കര കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ചില പ്രായമുള്ളവർ പറയും പിള്ളേരോടൊക്കെ ഇത്രയും ഇതാവരുതെന്നൊക്കെ ഇങ്ങനെ പറയും. അവർക്കറിയില്ലല്ലോ ഇത് അഭിനയാണെന്ന്. ഒഴുകി പോകുന്നുണ്ട്. ഇപ്പൊ അങ്ങനത്തെ ആളുകൾ കുറവാണ്. എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി കാണുന്ന. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അഭിനയിക്കുകയാണെന്നൊക്കെ. എന്നാലും ചിലപ്പോ എന്റെ അമ്മ പറയും കേട്ടോ, നീ എന്തോ അതിനകത്ത് കാണിക്കുന്നത്. മോൻ പറയും അമ്മ ഇങ്ങനെ കാണിച്ച എനിക്ക് പെണ്ണ് കിട്ടത്തില്ല കേട്ടോ. നേരത്തെ പറയുമായിരുന്നു. അവന്റെ കൂട്ടുകാർ പറയടാ നിന്റെ കാര്യം പോക്കാടാ, നിന്റെ അമ്മ ആ സീരിയലിൽ കണ്ട് എന്തൊക്കെ കാണിക്കുന്നു. ആളുകൾക്ക് പേടിയാവും. അപ്പൊ അവൻ പറയാം അമ്മേ അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പറയാം പോഴാ അവിടുന്ന്, അങ്ങനെയുള്ള പെണ്ണ് മതിയെന്ന്. അതുകൊണ്ട് നല്ലൊരു മരുമോളെ എനിക്ക് കിട്ടി. സന്തോഷമായി കാണാം. പിന്നെ തീർച്ചയായിട്ടും കിട്ടി. ചേച്ചിയുടെ ആദ്യ സീരിയൽ ഏതായിരുന്നു? ആദ്യ സീരിയൽ സൂര്യല മൗനം, മാതൃഭൂമി അവര് പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. നല്ല സീരിയലായിരുന്നു അത്. മെഗാ സീരിയലായിരുന്നു അത്. ഷിബു ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ള സത്യൻ സാറിന്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. സത്യൻ അന്തിക്കാട് സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. പിന്നെ ദിനേശ് പള്ളത്ത് എഴുതിയത്. ദിനേശാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്, സീരിയലിലേക്ക് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ഓഫർ. ഞാനൊരു മടിച്ചിയാണ്. നാടകം ചെയ്തുകൊണ്ടിരുന്ന വേറെ ഏതൊരു മേഖലയെ വിളിച്ചാലും വേണ്ട ഇവിടെ അങ്ങ് നിൽക്കാം,
ഒന്നാമത് ഭയമുണ്ട്, പോയ സക്സസ് ആവുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം ഇവിടെ തന്നെ നിൽക്കാം. അങ്ങനെ നാടകത്തിൽ നിന്ന് ഇപ്പൊ സീരിയലിലേക്ക് വന്നപ്പോഴും അത് തന്നെ. എല്ലാവർക്കും സിനിമയൊക്കെ ആഗ്രഹമാണല്ലോ, വിളിച്ചാ ചെയ്യാം. അല്ലാതെ അതിനു വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കലോ അങ്ങനെയുള്ള അങ്ങനെയൊന്നുമില്ല. വിളിച്ചാ ചെയ്യാം. നമ്മുടെ കംഫർട്ട് സോണിൽ ഇങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം. അതെ അതെ. അതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് അധികം കാണാത്തത്. പിന്നെ തേടി പോവാറില്ല. ഇപ്പോഴത്തെ സിനിമയിലെന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ, അമ്മ കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെ കുറവാണ്. അപ്പൊ പിന്നെ നമ്മൾ അതിലേക്ക് പോയ ഇതുപോലുള്ള നല്ല വേഷങ്ങൾ കിട്ടുമോ? ഒരു 4-5 പടത്തിൽ നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി ഞാൻ അങ്ങനെ ശ്രമിക്കുന്നുമില്ല. എപ്പോഴും പറയാം ആരെങ്കിലുമൊക്കെ വിളിച്ചാലേ. ശരിയാണ്, അതെൻ്റെ ഒരു കുറവാണ്, വിളിക്കാത്തത്. എൻ്റെ മനസ്സിൽ വിളിക്കുമ്പോൾ അവർ ചിലപ്പോൾ അതിനകത്ത് കഥാപാത്രം കാണില്ല, നമ്മൾ വിളിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവും എന്നൊക്കെ വിചാരിച്ച് മടിച്ചിരിക്കും. അങ്ങനെ ഒരു സ്വഭാവം, ഒരു മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. മക്കള് വീട്ടിൽ നിന്ന് പറയോ അമ്മ അങ്ങനെ? അവരങ്ങനെ ഒന്നും പറയാറില്ല. എൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒന്നും അറിയില്ല. എല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഉച്ചക്കാണ് അവര് അവിടെ നേരം വിളിക്കുന്ന ഉച്ച, നമ്മുടെ ഇവിടുത്തെ ഉച്ച, അന്നേരമാണ് അവര് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇന്ന് എവിടെ അമ്മേ, ഞാൻ പറയും ഇന്നത്. അത്രേ ഉള്ളൂ. അത് ഹസ്ബൻഡിനാണേലും ഡേറ്റ് എവിടെയൊക്കെ അങ്ങനൊന്നും അറിയില്ല പുള്ളിക്കും. ഞാൻ ഇപ്പൊ പുള്ളി അറിയും എന്നോട്ടാ അവർക്ക് ഇന്ന്. അത്രേ ഉള്ളൂ. പുള്ളി എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ട് അത് എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി, ഒത്തിരി റെസ്പെക്ട് തോന്നി. കാരണം അദ്ദേഹം വെറുതെ വേറൊരു തൊഴിൽ മേഖലയിലുള്ള ആളല്ല, ഇതേ ഫീൽഡിൽ ഇതൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ അത് മാറ്റിവെച്ച് നിൽക്കുകയാണ്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഭാഗ്യമാണ്. ഇപ്പം ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇപ്പം പലരും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, ഒരുപാട് നമുക്ക് സ്ത്രീകൾക്ക് ഒരു എന്താ പറയാ, അവരൊരു അവഗണന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാധാന്യമില്ലായ്മ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ. എങ്ങനെ, തൊഴിലിടത്തിലാണോ അതോ പുറത്ത് കാണുന്നവർക്കാണോ? തൊഴിലിടത്തില് ചേച്ചിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു? അങ്ങനെ അവഗണനയൊന്നുമില്ല. നമുക്ക് തരേണ്ട റെസ്പെക്ട് ഒക്കെ തന്നു തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കൊന്നും അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ. ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാവരും നല്ല ഇതായിട്ടാണ്. ആ ഒരു സപ്പോർട്ട് എല്ലാം ഉണ്ട്. ഇപ്പം നമ്മള് ചേച്ചി ഇപ്പൊ കണ്ടു നിന്നപ്പോ തന്നെ ഇങ്ങനെ വളരെ കൂളായിട്ട് ചേച്ചി ഇങ്ങനെ ചെയ്തു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ചേച്ചിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിപ്പോ നമ്മള് ഒരു സീൻ അവർ പറയുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ തരുമ്പോ അതിനുവേണ്ടി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ടോ ചേച്ചി? ഒന്നുമില്ല, അത് വെറുതെ പറയുന്ന അങ്ങനെയൊന്നുമില്ല. അന്നേരം പറഞ്ഞു തരുന്നപ്പോ നമ്മള് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് സീരിയലിൽ അങ്ങനൊന്നും പറ്റിയേയില്ല. അതാ സിനിമയിലാണെങ്കിൽ തന്നെയും ഞാനത് അങ്ങനെ ചെയ്യണം, ഒരിക്കലും നമുക്ക് അവിടെ ചെന്നിട്ട് അങ്ങനെ ചിന്തിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം എന്താണോ വരുന്നത് അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ചേച്ചി ഇത്ര നാള് അഭിനയിച്ചതില് സിനിമയിലായാലും സീരിയലിലായാലും ഒക്കെ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഏതാ ക്യാരക്ടർ ഉള്ളത്? സീരിയലായാലും സിനിമയിലായാലും, സിനിമയിൽ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. സിനിമയിൽ ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടിൽ ദിലീപിന്റെ അമ്മയായിട്ട് അഭിനയിച്ചു. അത് നല്ല ക്യാരക്ടർ, ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഈടയിൽ നിമിഷ സജയന്റെ അതൊക്കെ നന്നായിട്ട്. പിന്നെ സീരിയലിനേക്കാളും എനിക്ക് പറയാനുള്ള നാടകത്തിൽ ഞാൻ ഒരുപാട് NN പിള്ള സാറിന്റെ കാപാലിക, അത് എടുത്തു പറയേണ്ട ക്യാരക്ടറാണ്. അതൊരുപാട് ഇഷ്ടം ഉള്ള. പിന്നെ രാജൻ കിഴക്കനേൽ സാറിന്റെ വാസവദത്തയുടെ വേഷം. പിന്നെ KPSC-യിൽ എൻ്റെ തുടക്കം നാടകം വിഷസർപ്പത്തിന് വിളക്ക്, അതിലൊരു ഊമ കഥാപാത്രം തോപ്പിൽ ഭാസി സാറിന്റെ നായകനായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇഷ്ടമായതാണ്, കല്യാണം കഴിച്ചതാണ്. പിന്നെ സീരിയൽ ഒരുപാട് കഥാപാത്രങ്ങൾ കേട്ടോ, എല്ലാം നല്ല ഡയറക്ടർമാരും, എല്ലാം നല്ല കഥാപാത്രങ്ങളാണ്. പിന്നെ ഞാനൊരു ടൈപ്പായി പോയില്ല, കോമഡിയും വില്ലത്തിയും. ഇപ്പൊ അമൃതയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, മീര എന്ന് പറഞ്ഞ, അതില് നല്ലൊരു അമ്മയായിട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മീര. ശിവമോഹൻ തമ്പി സാറാണ് അതിന്റെ ഡയറക്ഷൻ. അത് നല്ല അമൃതയില് അത് നല്ല ക്യാരക്ടറാണ്. അതുപോലെ കളിവീട്, സൂര്യയില് കളിവീട് ചെയ്യുന്ന കനകേച്ചി എന്ന് പറഞ്ഞിട്ട്, അത് എന്റെ പേരെല്ലാരും മറന്നുപോയി, കനകേച്ചി എന്നാ വിളിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് അപ്പൊ ഇത് മൂന്ന് ടൈപ്പാണ്. ചിലരൊരു വില്ലത്തി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം വില്ലത്തി വേഷം കഴിക്കും. അങ്ങനെ ടൈപ്പായി പോയില്ല ഞാൻ, അതൊരു വലിയ ഭാഗ്യം. അതെ. ഇത്ര വർഷം നാടകത്തിലുണ്ടായിരുന്നല്ലോ, KPSC തന്നെ അല്ല KPSC, സംഘചേതന, ദേശാഭിമാനി, NN പിള്ള സാറിന്റെ സമിതി, തപസ്യ, കുറെ സമിതിയിൽ, തൂലിക, അങ്ങനെ കുറെ സമിതിയില്. NN പിള്ള സാറിന്റെ അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. KPSC-യിലും ഉണ്ടായിരുന്നു 4 വർഷം. അതിന്റെ ഒന്നും ആ ഒരു
സമിതിയുടെ പേരൊന്നും കൂടെ കൂട്ടിയില്ല അല്ലെ? ചില ഇല്ല KPSC ഒന്നും വെച്ചില്ല. ഒന്നാമത് തന്നെ പേര് നീളാ. പിന്നെ ഇവിടുന്ന് എഴുതി അങ്ങ് പോയി നിൽക്കും. പേര് വിജയകുമാരി KPSC എന്ന് പറയും. അത് തന്നെ ഇത് വിജയകുമാരി തന്നെ വിളിക്കാൻ ആൾക്കാർക്ക് പാടാണ്. വിജയകുമാരി ഇല്ല, ഇനി വിജി ചേച്ചി എന്ന് വിളിക്കുമ്പോഴേ നമുക്കൊരു അടുപ്പവും കൂടി തോന്നും. അതെ അതെ. അപ്പൊ നാടകത്തിൽ എത്ര 22 വർഷത്തെയാണ്? നാടകത്തിൽ 22 വർഷം ഉണ്ടായിരുന്നു. നാടകത്തിലുണ്ടായിരുന്നു. നാടകം പിന്നെ സീരിയസ് ആയിട്ട് എടുത്തത്? അയ്യോ പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ നാടകം ചെയ്യുന്നില്ല. നാടകം ഇപ്പം ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല, യാത്രയും ഇതൊക്കെ ആയിട്ട്. പിന്നെ നാടകം പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുടുംബത്തിന് നന്നായിട്ട് ജീവിച്ചു പോകാനുള്ള ഒരു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ഇപ്പം നാടകം കുറവെന്നല്ല, വടക്കോട്ടൊക്കെ നന്നായിട്ട് നാടകമുണ്ട്. നല്ല നാടകങ്ങളും ഉണ്ട് കേട്ടോ. നല്ല നാടകങ്ങളുണ്ട്, നല്ല എഴുത്തുകാരുണ്ട്, നല്ല സംവിധായകരുണ്ട്. പക്ഷേ കുറച്ച് വേദികളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നല്ല കലാകാരുണ്ട്, ഒരുപാട് നല്ല കലാകാരുണ്ട് നാടകത്തിൽ. ചേച്ചി ഒരു ട്രൂപ്പ് തുടങ്ങിയില്ലേ? കുറെ വിട്ടുപോയ കലാകാരന്മാരെയൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ ഇല്ല അത് നിർത്തി. കാരണം എനിക്ക് സമയമുള്ളപ്പോൾ വേറൊരു ആർട്ടിസ്റ്റിന് പറ്റത്തില്ല. എല്ലാവരും പല സീരിയലുകളിലല്ലേ 10-12 കളിച്ചോളൂ. പക്ഷെ അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അതെ 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 അത് സ്റ്റോപ്പായി. ഒരാളെ കുറിച്ചുള്ള ചോദ്യം കേട്ടോ. ഇവിടെ വന്നപ്പോ തുടങ്ങി ഇങ്ങനെ ഭയങ്കര ചിരിയോടെ കണ്ടുകൊണ്ടിരുന്ന ഒരാളുണ്ട്, മകനായിട്ട് അഭിനയിക്കുന്ന ജിഷ്ണി ഞാനും തമ്മിൽ നല്ല രസം ഞങ്ങളുടെ സീനുകള്. അല്ല ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് സാധാരണ ഡോർഫിൻ നിങ്ങളാണെങ്കിൽ സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പതിവ്, പക്ഷെ ഡോർഫിൻ ഇവിടെ ചിരിക്കുന്നേ ജിഷിന്റെ അഭിനയം ആക്ഷൻ ഒക്കെ കണ്ടിട്ട്. അപ്പൊ ആള് കല്യാണത്തിന് വന്നേ കൂളിംഗ് ഗ്ലാസ് വൃത്തിയായിട്ട് എടുത്ത് ദൂരെ കളയടാ. ആള് കഥാപാത്രം അതിനകത്ത് കുറച്ച് കോമഡി ഒക്കെ ചെയ്യുന്നതാണ്. ശരിക്കും ആള് ജീവിതത്തിൽ എങ്ങനെയാണ്? അല്ല കോമഡി അല്ല സീരിയസ് ആണ് ആള്. ആ കഥാപാത്രം ചെയ്യുമ്പോ അവൻ അങ്ങനെ ചെയ്യുന്നത്. സീരിയസ് കഥാപാത്രങ്ങൾ വേറെ സീരിയലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇത് നല്ല ആർട്ടിസ്റ്റാണ് ജിഷൻ, നല്ല ആർട്ടിസ്റ്റാണ്. നമുക്ക് കൂടെ ഒന്ന് ചെയ്യാനായിട്ട് നല്ല കാണുന്നവർക്ക് പോലും ചിരി വരുന്നത്. അന്നേരം തന്നെ കയ്യിൽ നിന്ന് ഡയലോഗ് ഇട്ട് പുള്ളി പറയും. നമുക്ക് ചേച്ചിയുടെ ഈ ലൊക്കേഷനിൽ വന്ന് ചെയ്യാൻ ചേച്ചി ഫുൾ വർക്കാണ് എപ്പോഴും അല്ലെ? 30 ദിവസം ഉണ്ടെങ്കിൽ 31 ദിവസം ഉണ്ടെങ്കിൽ 31 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്കാണ്. ചില ദിവസങ്ങളിലാണ് അവധി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലൊക്കേഷനിൽ വന്ന് ചെയ്യുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനേ മോളുടെ ഒരുപാട് പ്രത്യേകിച്ച് പഴയ കലാകാരെ തേടിപ്പോയി. അത് നല്ലതാണ് കേട്ടോ. കാരണം അവരെയൊന്നും ആരും ഓർക്കുന്നില്ല. അങ്ങനെ കാണുമ്പോഴാണ് അയ്യോ അങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നത്. അതൊരു നല്ല കാര്യമാട്ടോ. അത് ഇനിയും തുടരണം. നമുക്ക് കാണാമല്ലോ പഴയ ആൾക്കാരെയൊക്കെ. നല്ലതാണ്. കിട്ടുന്നത്രയും നമ്മള് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സന്തോഷം. ചേച്ചിയൊക്കെ കാണുന്നെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു പ്രചോദനമാണ്. താങ്ക് യു സോ മച്ച്. എനിക്കും നിങ്ങളൊക്കെ നമ്മളെ തേടി വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു ചേച്ചി. അപ്പം ചേച്ചിയുടെ വിശേഷങ്ങളാണ് നമ്മളുടെ വീഡിയോയിൽ ഇന്നുണ്ടായിരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. ചേച്ചിക്കുള്ള ആശംസകളൊക്കെ കമന്റ് ആയിട്ട് പറയണം. അതെ തീർച്ചയായിട്ടും. താങ്ക് യു. ബൈ.